മൂന്നാം ദിവസവും ശമ്പള വിതരണം ചെയ്യാൻ വേണ്ടത്ര പണമില്ലാതെ രാജ്യത്തെ ബാങ്കുകളിലെയും ട്രഷറികളിലെയും പ്രതിസന്ധി തുടരുകയാണ്. വൈദ്യുതി, വെള്ളം, പെട്രോൾ എന്നിവയ്ക്കായി പഴയ 500 രൂപ നോട്ടുകൾ ഇന്നു മുതൽ ഉപയോഗിക്കാനാകില്ല. ദേശീയപാതകളിൽ ടോൾ ഈടാക്കുന്നതും പുനരാരംഭിച്ചു. അതേസമയം നോട്ട് പിൻവലിക്കൽ തീരുമാനത്തിന് പിന്നാലെ 8.5 ലക്ഷം കോടി രൂപയാണ് ബാങ്ക് അക്കൌണ്ടുകളിൽ എത്തിയതെന്ന് RBI വ്യക്തമാക്കി. രാജ്യത്തെ 4 നോട്ട് അച്ചടി കേന്ദ്രങ്ങളും 3 ഷിഫ്റ്റുകളിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുകയാണെന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വ്യക്തമാക്കിയത്. ഈ സാഹചര്യത്തിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ നോട്ടുകൾ ബാങ്കുകളിൽ എത്തിക്കാനാകുമെന്നും ആളുകൾ പരിഭ്രാന്തരാകേണ്ടെന്നും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അറിയിച്ചിരുന്നു. എന്നാൽ ഈ സാഹചര്യത്തിലും മൂന്നാം ദിവസവും സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം അക്കൗണ്ടുകളിൽ നിന്ന് നൽകാൻ ബാങ്കുകളും ട്രഷറികളും ഇന്നും ബുദ്ധിമുട്ടും. അസാധുവായ 500 രൂപ നോട്ടുകൾ ആശുപത്രികളിലൊഴികെ അത്യാവശ്യ സർവീസുകൾക്കൊന്നും ഇന്നു മുതൽ ഉപയോഗിക്കാനാകില്ല. പെട്രോൾ, വൈദ്യുതി, വെള്ളം എന്നിവയ്ക്കായി പഴയ 500 രൂപ നോട്ടുകൾ ഉപയോഗിക്കുന്നതിന് ഇന്നലെ അർദ്ധരാത്രിയോടെ അവസാനിച്ചിരുന്നു. ദേശീയപാതകളിൽ ടോൾ ഈടാക്കുന്നതും ഇന്നു മുതൽ പുനരാരംഭിച്ചു. എല്ലാ ടോൾ പ്ലാസകളിലും സ്വൈപ്പിംഗ് മെഷീനുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് സർക്കാർ അറിയിച്ചു. അതേസമയം നോട്ട് അസാധുവാക്കൽ തീരുമാനത്തിന് പിന്നാലെ നവംബർ 10-നും 27-നും ഇടയിൽ മാത്രം 8.5 ലക്ഷം കോടി രൂപയാണ് ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിയതെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ദില്ലി. ദില്ലിയിൽ ഇന്ന് ചേർന്ന GST കൌൺസിൽ യോഗം നോട്ട് മാറ്റം ചർച്ച ചെയ്യും. നോട്ട് മാറ്റത്തെ തുടർന്ന് സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന റവന്യൂ നഷ്ടമാണ് കൌൺസിൽ യോഗം വിശദമായി ചർച്ച ചെയ്യുന്നത്. നവംബർ 8-ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച നോട്ട് മാറ്റത്തെ തുടർന്ന് സംസ്ഥാനങ്ങൾക്കുണ്ടായ റവന്യൂ നഷ്ടമാണ് GST കൌൺസിൽ യോഗം ചർച്ച ചെയ്യുന്നത്. ഇതാദ്യമായാണ് നോട്ട് മാറ്റം GST കൌൺസിലിന്റെ പരിഗണനയിലേക്ക് വരുന്നത്. 20 മുതൽ 30% വരെ വരുമാനത്തിൽ ഇടിവുണ്ടായെന്ന് സംസ്ഥാനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ കൌൺസിൽ യോഗത്തിൽ കൈക്കൊള്ളുന്ന നിലപാട് നിർണായകമാകും. അതിന്റെ നേട്ടകോട്ടങ്ങളെ കുറിച്ചുള്ളതല്ല, സംസ്ഥാന സർക്കാരുടെ വരുമാനം ഗണ്യമായിട്ട് കുറയുന്നുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു സ്ഥിതിവിശേഷമാണ്. ഈ ഡിസംബർ മാസത്തിൽ അവസാനിക്കുമ്പോഴേക്കും സംസ്ഥാന സർക്കാരുകളുടെ നില വളരെ പരിങ്ങലിലാവും. സേവന നികുതി കാര്യത്തിലും ഇന്നത്തെ യോഗത്തിൽ വ്യക്തതയുണ്ടാകണം. ഇല്ലെങ്കിൽ GST ബില്ലിന്റെ കരടിന് കൌൺസിൽ അംഗീകാരം നൽകില്ല. കേരളം, തമിഴ്നാട്, ഉത്തർപ്രദേശ്, പുതുച്ചേരി, ദില്ലി സംസ്ഥാനങ്ങൾ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് മുന്നറിയിപ്പ് നൽകുന്നു. സേവന നികുതി പിരിക്കുന്നതിൽ സംസ്ഥാനങ്ങൾക്ക് അനുകൂലമായ തീരുമാനമുണ്ടായില്ലെങ്കിൽ കരട് പാസാക്കുന്നതിനെ എതിർക്കും. ഇന്നത്തെ യോഗത്തിൽ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ ശീതകാല സമ്മേളനത്തിൽ GST ബിൽ പാസാക്കാമെന്ന കേന്ദ്ര സർക്കാർ പ്രതീക്ഷ വെറുതെയാകും. ന്യൂസ് ബ്യൂറോ, ദില്ലി. പിൻവലിച്ച നോട്ടുകൾ കൈമാറാൻ ഒരു മാസം കൂടി ശേഷിക്കെ പഴയ നോട്ടുകളുടെ 90% തിരികെ എത്തിയതായാണ് റിസർവ് ബാങ്ക് കണക്കുകൾ. കള്ളപ്പണം ഇല്ലാതാക്കാനായിരുന്നു നോട്ട് നിരോധനം എന്ന വാദം പൊളിയുമ്പോൾ കറൻസി രഹിത ഇന്ത്യ എന്ന പുതിയ ന്യായമാണ് കേന്ദ്ര സർക്കാർ ഉയർത്തുന്നത്. റിസർവ് ബാങ്ക് നൽകുന്ന വിവരമനുസരിച്ച് പിൻവലിച്ച 500, 1000 രൂപ നോട്ടുകളിലായി 14.18 ലക്ഷം കോടി രൂപയാണ് വിനിമയത്തിലുള്ളത്. ഇതിൽ 11 ലക്ഷം കോടി രൂപ നവംബർ 30-ഓടെ തിരികെ എത്തിയതായാണ് ബാങ്കിംഗ് മേഖലയിൽ നിന്നുള്ള ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഡിസംബർ 30 വരെ നിരോധിച്ച നോട്ടുകൾ മാറിയെടുക്കാൻ ഇനിയും സമയമുണ്ട്. തിരികെ എത്തുമെന്ന് ഉറപ്പുള്ളതും സാധ്യതയുള്ളതുമായ പണത്തിന്റെ ഏകദേശം കണക്കുകൾ കൂടി പരിശോധിക്കുമ്പോൾ കള്ളപ്പണം പിടികൂടാനെന്ന പേരിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പദ്ധതി പാളിയെന്ന് വ്യക്തമാകും. പ്രകൃതി ദുരന്തങ്ങളിലും പേമാരിയിലുമായി നഷ്ടപ്പെട്ട നോട്ടുകളുടെ കണക്കുകൾ ലഭ്യമല്ല. പ്രവാസികളുടെ പക്കലുള്ള നോട്ടുകളും ബാങ്കുകളിൽ തിരികെ എത്താൻ സാധ്യതയില്ല. മാറ്റിയെടുക്കാൻ അനുമതി കാത്ത് രാജ്യത്തെ സഹകരണ ബാങ്കുകളിലും സഹകരണ സംഘങ്ങളിലുമായി കോടികളുടെ അസാധു നോട്ടുകൾ കെട്ടിക്കിടപ്പുണ്ട്. ഇത്തരത്തിലുള്ള കണക്കുകൾ കൂടി വിശകലനം ചെയ്യുമ്പോൾ 95% പണവും ബാങ്കുകളിൽ തിരികെ എത്തുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇതോടെ കള്ളപ്പണവാദത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്തിരിഞ്ഞു തുടങ്ങി. കറൻസി രഹിത ഇന്ത്യ എന്ന ലക്ഷ്യത്തോടെയാണ് നോട്ട് പിൻവലിക്കില്ലെന്നാണ് മോദി സർക്കാരിന്റെ പുതിയ വാദം. ന്യൂസ് ഡെസ്ക്. ഫിദലിന്റെ ഭൗതികാവശിഷ്ടവും വഹിച്ചുകൊണ്ടുള്ള വാഹനവ്യൂഹം സാന്റിയാഗോയിലേക്ക് അടുക്കുന്നു. 4-ാം തീയതിയാണ് സാന്റിയാഗോയിൽ ഫിദലിന് വേണ്ടി സ്മാരകം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഭൗതിക അവശിഷ്ടം സംസ്കരിക്കുക. സാന്റിയാഗോയിൽ നിന്ന് MA ബേബി കൈരളി പീപ്പിൾ TVക്ക് വേണ്ടി നൽകിയ റിപ്പോർട്ടിലേക്ക്. 60 വർഷങ്ങൾക്ക് മുമ്പാണ് മെക്സിക്കോയിൽ നിന്നും ഗ്രാൻമ എന്ന ചെറു നൗകയിൽ പുറപ്പെട്ട ഫിഡലും റൗൾ കാസ്ട്രോയും ചെഗുവേരയും കാമില്ലോ സിയൻഫുവും എല്ലാം അടങ്ങുന്ന വിപ്ലവകാരികൾ സാന്റിയാഗോ പട്ടണത്തിനടുത്ത് തീരത്ത് ഒരു ചതുപ്പു നിലത്തിൽ ദുഷ്കരമായ സാഹചര്യത്തിൽ വന്ന് ഇറങ്ങുന്നത് ഡിസംബർ 2-ാം തീയതിയാണ്. അതേ ദിവസമാണ് സാന്റിയാഗോയെ ലക്ഷ്യം വെച്ചുകൊണ്ട്, അതേ നഗരത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള
ഫിദലിന്റെ ഭൗതികാവശിഷ്ടവും വഹിച്ചുകൊണ്ടുള്ള വാഹന വ്യൂഹം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹവാനയിൽ നിന്ന് 800-അധികം കിലോമീറ്റർ ദൂരമുണ്ട് സാന്റിയാഗോ ഡി ക്യൂബയിലേക്ക്. 4-ാം തീയതി രാവിലെയാണ് സാന്റിയാഗോ ഡി ക്യൂബയിൽ ഫിദലിന്റെ സ്മാരകം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥാനത്ത് അവിടെ ക്യൂബയുടെയും ലാറ്റിൻ അമേരിക്കയുടെയും വിമോചന നായകരിൽ ഒരാളായ ഹോസെ മാർട്ടിയുടെ ഭൗതികാവശിഷ്ടം അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ആ സ്മാരകത്തിന് ഒപ്പം അതിനടുത്ത് ഫിദലിന്റെയും ഭൗതികാവശിഷ്ടങ്ങൾ സംസ്കരിക്കുന്നതായിരിക്കും. ക്യൂബയിലാകെ ജനങ്ങൾ സ്വാഭാവികമായും ദുഃഖിതരാണ്. എന്നാൽ അലമുറയിട്ടുള്ള കരച്ചിലോ അതിവൈകാരിക പ്രകടനങ്ങളോ ഒന്നും കാണാൻ കഴിയുന്നില്ല. കൈരളി പീപ്പിൾ ചാനലിന് വേണ്ടി MA ബേബിയാണ് നിങ്ങളോട് സംസാരിച്ചത്. CPIM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫിദൽ കാസ്ട്രോ അനുസ്മരണം സംഘടിപ്പിച്ചു. കോർപ്പറേഷന് മുന്നിൽ നടന്ന അനുസ്മരണ സമ്മേളനം CPIM ജില്ലാ സെക്രട്ടറി K. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ സെക്രട്ടറി വത്സരാജ്, CN ജയദേവൻ MP, കോർപ്പറേഷൻ മേയർ അജിത ജയരാജൻ തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. സംസ്ഥാന സ്കൂൾ കായികമേളയിലെ ആദ്യ സ്വർണം എറണാകുളം ജില്ലയ്ക്ക്. സീനിയർ ആൺകുട്ടികളുടെ 5000 മീറ്ററിൽ കോതമംഗലം മാർ ബേസലിലെ ബിബിൻ ജോർജാണ് സ്വർണം നേടിയത്. പെൺകുട്ടികളുടെ 3000 മീറ്ററിൽ ദേശീയ റെക്കോർഡോടെ പാലക്കാട് കല്ലടി ഹയർ സെക്കൻഡറി സ്കൂളിലെ C. ബബിത സ്വർണം നേടി. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വാർത്തകളിലേക്ക് വരാം. പൊതുമേഖലാ സ്ഥാപനമായ കിറ്റ്കോയുടെ അനാസ്ഥയെ തുടർന്ന് കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ കെട്ടിട നിർമ്മാണം വൈകുന്നതായി പരാതി. അക്കാദമി ബ്ലോക്കിന്റെ നിർമ്മാണത്തിൽ പുരോഗതിയുണ്ടെങ്കിലും മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ കെട്ടിട നിർമ്മാണത്തിനായുള്ള കാത്തിരിപ്പ് കഴിഞ്ഞ 3 വർഷമായി തുടരുകയാണ്. കെട്ടിട നിർമ്മാണത്തിനായുള്ള ടെൻഡറും തുടർ നടപടികളും കിറ്റ്കോയുടെ വീഴ്ച കാരണം വൈകുന്നുവെന്നാണ് ആക്ഷേപം. എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് എന്ന UDF സർക്കാരിന്റെ ആശയമനുസരിച്ചാണ് കാസർഗോഡ് ഉക്കിനടുക്കിയിൽ 2013 നവംബർ 30 അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മെഡിക്കൽ കോളേജിന് തറക്കല്ലിട്ടത്. എന്നാൽ തുടർന്ന് 2 വർഷത്തിനുള്ളിൽ നടന്നത് സൈറ്റിലേക്കുള്ള റോഡ് നിർമ്മാണം മാത്രം. നല്ല മഴക്കാലത്ത് റോഡിലെ മെറ്റൽ പിന്നീട് ഒലിച്ചു പോവുകയും ചെയ്തു. മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണ ചുമതല പൊതുമേഖലാ സ്ഥാപനമായ കിറ്റ്കോയെ ഏൽപ്പിച്ചു. കഴിഞ്ഞ വർഷം നാട്ടുകാരുടെ ആക്ഷൻ കമ്മിറ്റി ശക്തമായ പ്രക്ഷോഭം തുടങ്ങിയതിനെ തുടർന്നാണ് ആശുപത്രിയുടെ കെട്ടിട നിർമ്മാണത്തിന് ടെൻഡർ നടപടി പോലും സ്വീകരിച്ചത്. ഇതിനായി നബാർഡിന്റെ സഹായത്തോടെ സർക്കാർ അനുവദിച്ചത് 68 കോടി രൂപയാണ്. എന്നാൽ ഹൈദരാബാദിലെ സ്വകാര്യ നിർമ്മാണ കമ്പനിക്ക് ടെൻഡർ അനുവദിച്ചെങ്കിലും എസ്റ്റിമേറ്റിന്റെ 19% കൂടുതൽ അവർ ആവശ്യപ്പെട്ടു. ഇതിന് സർക്കാർ അംഗീകാരം ലഭിച്ചില്ല. ഇതേ തുടർന്നാണ് തുടർ നടപടികൾ സ്തംഭനത്തിലായതെന്ന് ആക്ഷൻ കമ്മിറ്റി ചൂണ്ടിക്കാട്ടുന്നു. ചെയർമാൻ മാഹിൻ കേളോട്ട്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിനോട് പോസിറ്റീവ് സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഇതിന്റെ നടത്തിപ്പുകാർ കിറ്റ്കോ എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന്റെ അനാസ്ഥയാണ് ഈ മെഡിക്കൽ കോളേജിന്റെ പണി ഇത്രയും വൈകുന്നത്. കഴിഞ്ഞ 10 മാസക്കാലമായി ഇവരോട് റിവേഴ്സ് എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. 10 മാസമായിട്ടും കഴിഞ്ഞ ആഴ്ചയാണ് റിവേഴ്സ് എസ്റ്റിമേറ്റ് തയ്യാറാക്കി കുസാറ്റിനെ കൊടുത്തത്. കുസാറ്റ് ഇതിന് പരിശോധന നടത്തിയിട്ട് ഗവൺമെന്റിന് സമർപ്പിച്ചിട്ട് വേണം ഇതിന്റെ ടെൻഡർ നടപടികൾ വീണ്ടും ആരംഭിക്കാൻ. കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി 25 കോടി രൂപ ചെലവിൽ ഇപ്പോൾ അക്കാദമിക് ബ്ലോക്കിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജ് ക്യാമ്പസ് പൂർണ്ണമായും യാഥാർത്ഥ്യമാകാൻ 400 കോടിയിലേറെ രൂപ വേണം. നാമമാത്രമായ ബഡ്ജറ്റ് വിഹിതവും നബാർഡ് സഹായവുമാണ് ഇതിനുള്ള ധനമാർഗം. 2015 പ്രവർത്തനം തുടങ്ങേണ്ടിയിരുന്ന കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇപ്പോഴത്തെ നിലയിൽ കാര്യങ്ങൾ നീങ്ങിയാൽ 2017 പോലും യാഥാർത്ഥ്യമാകുമെന്ന് കരുതാനാവില്ല. അത്യുത്തര കേരളത്തിന് സ്വന്തമായൊരു മെഡിക്കൽ കോളേജ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകാതെ അനന്തമായി നിൽക്കുകയാണ്. ഉദ്യോഗസ്ഥലത്തിലുള്ള അനാസ്ഥയാണ് ഇങ്ങനെയൊരു സ്ഥിതിവിശേഷം സംജാതമാക്കുന്നത്. ക്യാമറാമാൻ ഷൈജു ബിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. സംസ്ഥാന സ്കൂൾ കായികമേളയിലെ ആദ്യ സ്വർണം എറണാകുളം ജില്ല നേടി. സീനിയർ ആൺകുട്ടികളുടെ 5000 മീറ്ററിൽ കോതമംഗലം മാർ ബേസലിലെ ബിബിൻ ജോർജാണ് സ്വർണം നേടിയത്. പെൺകുട്ടികളുടെ 3000 മീറ്ററിൽ ദേശീയ റെക്കോർഡോടെ പാലക്കാട് കല്ലടി ഹയർ സെക്കൻഡറി സ്കൂളിലെ C. ബബിത സ്വർണം നേടി. വിവരങ്ങളുമായി അരുൺ ചേർന്നുണ്ട്. തത്സമയം ഒരുപക്ഷെ അരുൺ, ആവേശത്തോടുകൂടി തന്നെയുള്ളൊരു വലിയൊരു തുടക്കം ആണ്. എങ്ങനെയാണ് ഇനിയുള്ള മത്സരങ്ങൾ, എങ്ങനെയാണ് ഇതുവരെയുള്ള നേട്ടങ്ങളും?
തീർച്ചയായും സൗമ്യ, ആവേശകരമായ തുടക്കം തന്നെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരു മനോഹരമായ തുടക്കം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. സൗമ്യ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 5000 മീറ്ററിൽ സീനിയർ ബോയ്സിൽ ബിപിൻ ജോർജിൻ്റെ സ്വർണ്ണത്തോട് കൂടി തന്നെയാണ് ട്രാക്ക് ഉണർന്നത്. 18 ഫൈനലുകളാണ് യഥാർത്ഥത്തിൽ നിന്ന് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. 4 മത്സരങ്ങളാണ് ഇതുവരെ പുരോഗമിച്ചിട്ടുള്ളത്. ട്രാക്കിലും ഫീൽഡുമായും മറ്റു മത്സരങ്ങൾ നിലവിൽ പുരോഗമിക്കുകയും ചെയ്യുകയാണ്. അതിൻ്റെ കൃത്യമായ റിസൾട്ട് തുടക്കത്തിൽ രാവിലെ തന്നെ 5000 മീറ്ററിൽ സീനിയർ ബോയ്സിൽ മാർ ബേസിലിൻ്റെ ബിപിൻ ജോർജിലൂടെ കൂടി തന്നെയാണ് സ്വർണ്ണ നേട്ടത്തോടു കൂടി തന്നെ തുടങ്ങുകയായിരുന്നു. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലായി ട്രാക്കിൽ നിന്ന് പൊന്നുവാരുന്ന ഒരു താരം തന്നെയാണ്. കാരണം കഴിഞ്ഞ തവണ ഡബിൾ നേടി ട്രിപ്പിളിലേക്ക് ലക്ഷ്യമിട്ടുവെങ്കിലും അത് സാധിക്കാതെ പോയി. ഒരുപക്ഷെ ഇത്തവണ അത് ഉണ്ടാകും ബിപിൻ ജോർജിലൂടെ എന്നുകൂടിയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ തവണ 21 വർഷം പഴക്കമുള്ള TN ഷാജിയുടെ റെക്കോർഡ് മറികടന്നുകൊണ്ട് കടന്നു വന്ന ബിപിൻ ജോർജ് ഇത്തവണയും ആ പ്രതീക്ഷ തെറ്റിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മറ്റൊന്ന് 3000 മീറ്റർ സീനിയർ ഗേൾസിൽ ബബിത പാലക്കാട് സ്കൂളിൻ്റെ കല്ലടി സ്കൂളിൻ്റെ ബബിതയിലൂടെ സ്വർണ്ണം നേടുന്നൊരു കാഴ്ചയും കണ്ടു. ഇതേ ഇനത്തിൽ അനുമോൾ തമ്പിയാണ് മാർബേസിലിൻ്റെ വെള്ളി നേടിയത്. അനുമോൾക്ക് ഒരുപക്ഷെ സാധ്യത കൽപ്പിച്ചിരുന്നതാണ്, പക്ഷേ 2ാം സ്ഥാനത്തേക്ക് പോയി വെള്ളി നേടിയ കാഴ്ച കൂടിയാണ് നിലവിൽ കണ്ടത്. മറ്റൊന്ന് ജൂനിയർ ബോയ്സ് 3000 മീറ്ററും സീനിയർ ഗേൾസ് 3000 മീറ്റർ മത്സരങ്ങളുമാണ് നിലവിൽ പുരോഗമിച്ചത്. എന്തായാലും 18 മത്സരങ്ങളാണ് നിലവിൽ ഇന്ന് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. 4 മത്സരങ്ങളാണ് നിലവിൽ പുരോഗമിച്ചത്. ബിപിൻ ജോർജിൻ്റെ സ്വർണ്ണ നേട്ടം തന്നെയാണ് ഇതുവരെ ഈ മണിക്കൂറിലെ ഹൈലൈറ്റ്. സൗമ്യ, അരുൺ, ഒരുപക്ഷെ ആദ്യം തന്നെ ഈ ഒരു മത്സരത്തിന്റെ ഒരു പരസ്പര മത്സരത്തിന്റെ സൂചനകൾ നൽകുന്നു. എറണാകുളത്തിന് ഒരു നേട്ടം, പാലക്കാടിന് ഒരു ദേശീയ റെക്കോർഡോടെ ഒരു നേട്ടം. ഈ വിധത്തിലൊരു മത്സരത്തിന്റെ ചൂടിലേക്ക് ഇപ്പോൾ തന്നെ കടന്നിട്ടുണ്ടോ കാര്യങ്ങൾ? അങ്ങനെ കൃത്യമായി നമുക്ക് പറയാറായിട്ടില്ല. കാരണം മത്സരം അതിൻ്റെ പ്രാഥമിക മണിക്കൂറുകളിൽ പുരോഗമിക്കുന്നതേ ഉള്ളൂ. സാധാരണ അങ്ങനെ ഏതെങ്കിലും ജില്ലകൾ തമ്മിലുള്ളൊരു കോമ്പറ്റീഷൻ എന്ന തലത്തിലേക്ക് നമ്മൾ ഇതിനെ വിലയിരുത്തുകയാണെങ്കിൽ ദീർഘദൂര ഇനങ്ങളിൽ പാലക്കാടിൻ്റെ കുത്തക തകർന്നുവെന്ന് പൊതുവെ കഴിഞ്ഞ വർഷം കരുതിയിരുന്നു. പക്ഷേ ഇത്തവണ അതുണ്ടായില്ല. കാരണം ആദ്യ സ്വർണം എറണാകുളം നേടി എങ്കിലും പാലക്കാട് ദീർഘദൂര ഇനത്തിൽ, അതായത് ഞാൻ പറഞ്ഞതുപോലെ 3000 മീറ്റർ സീനിയർ ഗേൾസിൽ ബബിതയിലൂടെ തിരിച്ചു പിടിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അങ്ങനെ ഒരു ശാക്തിക പോരാട്ടത്തിൻ്റെ കൃത്യമായ സൂചനകളൊന്നും നിലവിൽ ലഭിക്കുന്നില്ല എങ്കിൽ പോലും ആദ്യ സ്വർണവും പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും ആദ്യ സ്വർണത്തിൻ്റെ ഒരു താരതമ്യം മാത്രമാണ് നിലവിൽ നടക്കുക. അങ്ങനെ നോക്കുമ്പോൾ പാലക്കാടും ഒപ്പം എറണാകുളവും എന്ന തരത്തിലേക്ക് നിലവിൽ പോകുന്നു എന്നത് മാത്രമാണ്. അതിനപ്പുറത്തേക്കൊരു കൃത്യമായ മത്സരത്തിൻ്റെ ചൂടിലേക്ക് നിലവിൽ കടന്നിട്ടില്ല. ഇന്ന് 18 മത്സരങ്ങളാണ് നിലവിലുള്ളത്. അതിൻ്റെ കൃത്യമായ ട്രാക്കിലും ഫീൽഡുമായി മറ്റു മത്സരങ്ങൾ കൂടി പുരോഗമിക്കുമ്പോൾ മാത്രമാണ് കൃത്യമായ സൂചന ലഭിക്കുക. അതും ആദ്യ ദിനം കൃത്യമായിട്ട് നമുക്ക് ലഭിക്കുകയുമില്ല. 3ാം ദിനം ഉച്ചയോടുകൂടി തന്നെയാണ് ഏത് ചാമ്പ്യൻ ജില്ല, ഏത് സ്കൂൾ എന്ന തരത്തിലേക്കൊക്കെ പോവുക. എന്തായാലും ഇപ്പോൾ പ്രാഥമികമായ മത്സരങ്ങൾ പുരോഗമിക്കുന്നു എന്നത് മാത്രമാണ് ഇവിടുത്തെ കാഴ്ച. സൗമ്യ, അരുൺ, ഒരുപക്ഷെ മത്സരങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് അവിടെ നിന്ന് ലഭിക്കുന്ന ഒരു ഫീൽ കൂടി, പ്രത്യേകിച്ച് പറളി, മാർബേസിൽ ഈ വിധത്തിൽ സ്കൂളുകൾ വലിയൊരു കാൽക്കുലേഷൻ ഇത്തവണയുണ്ട്. പാലക്കാട് വലിയൊരു സജ്ജീകരണം, പ്രത്യേകിച്ച് പറളി സ്കൂളൊക്കെ വലിയൊരു സജ്ജീകരണം ഇത്തവണ ഒരുക്കിയിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം തന്നെ നമുക്ക് പാലക്കാട് റിപ്പോർട്ടറൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പൊതുവിൽ അവിടെ നിന്നുള്ള ഒരു ഫീൽ എങ്ങനെയാണ് ഈ ഒരു മത്സരവുമായി ബന്ധപ്പെട്ട്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പതിറ്റാണ്ടുകളായി കുത്തക കൈവശം വെക്കുന്ന ചില സ്കൂളുകൾ അല്ലെങ്കിൽ അവരുടെ ശാക്തിക മേഖലകളിലേക്ക് പുതിയ സ്കൂളുകൾ കടന്നു വരുന്നു. ഇതൊക്കെയാണ് എല്ലാ കാലത്തും കായികമേളയെ വ്യത്യസ്തമാക്കുന്നതും. ആ തരത്തിൽ തന്നെയാണ് മത്സരം പുരോഗമിക്കുകയും ചെയ്യുന്നത്. ഞാനതാണ് നേരത്തെ സൂചിപ്പിച്ചു വെച്ചത്. സാധാരണ ഈ ദീർഘദൂര ഇനങ്ങൾ 1000, 5000 മീറ്റർ ഒപ്പം 3000 മീറ്ററുകളിലൊക്കെ പതിറ്റാണ്ടുകളായി അല്ലെങ്കിൽ വർഷങ്ങളായി യഥാർത്ഥത്തിൽ പാലക്കാടിൻ്റെ കുത്തകയായിരുന്നു. ആ കുത്തക തകർത്തുകൊണ്ടാണ് കഴിഞ്ഞ വർഷം എറണാകുളം ബിപിൻ ജോർജിൻ്റെ നേട്ടത്തിലൂടെ ആ മേഖലയിലേക്കൊക്കെ കടന്നു വന്നത്. അപ്പോൾ സ്വാഭാവികമായും കായിക മേഖലകളിൽ ഒക്കെ ഒരു ചർച്ചയുണ്ടായി. ഈ ദീർഘദൂര ഇനങ്ങളിലേക്ക് പുതിയ ഒരു ജില്ലയുടെ കടന്നുവരവാണോ ഉള്ളത്? ഇപ്പോൾ എറണാകുളത്തെ സംബന്ധിച്ച് നമുക്കറിയാം 100 മീറ്ററുകളിലൊക്കെ അവർ നേടുന്ന നേട്ടം നമ്മൾ ഏറെ നാളായി കണ്ടതാണ്. ഒപ്പം ത്രോ ഇനങ്ങൾ, ജമ്പ് ഇനങ്ങൾ ഒക്കെ കാണുകയും ചെയ്തു. ആ മേഖലകളിലൂടെ അവർ പോയിന്റ് നേടുകയും ചെയ്യുന്നൊരു കാഴ്ച. അതിന് വിഘാതം സൃഷ്ടിച്ചുകൊണ്ട് ഇത്തവണ പാലക്കാട് അല്ലെങ്കിൽ കോഴിക്കോട്, മലബാർ മേഖലകളിൽ നിന്ന് ഏതെങ്കിലും സ്കൂളുകൾ പുതുതായി കടന്നു വരും എന്ന് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നില്ല. എങ്കിലും പരിശീലകരൊക്കെ തന്നെ സ്വാഭാവികമായും വളരെയധികം പ്രതീക്ഷയിലാണ്. പുതിയതായുള്ള കാഴ്ചകളൊന്നും നിലവിലിവിടുന്ന് ലഭിക്കുന്നുമില്ല. കാരണം ദീർഘദൂര ഇനങ്ങളിൽ കുത്തകകളായി ഇപ്പോൾ പാലക്കാട്, കല്ലടി, മുണ്ടൂർ സ്കൂളുകൾ ഉണ്ട്. എറണാകുളത്തെ സംബന്ധിച്ചാണെങ്കിൽ മാർബേസിൽ, ഒപ്പം സെൻറ്റ് ജോർജ്, പുല്ലൂരാമ്പാറ HSS, പൂവമ്പായി HSS, അങ്ങനെ ദീർഘനാളായി നമ്മൾ കേൾക്കുന്ന, ദീർഘനാളായി നമ്മൾ ചർച്ച ചെയ്യുന്ന ചില സ്കൂളുകൾ, അവരുടെ നേട്ടങ്ങൾ, അതിനപ്പുറത്തേക്ക് പുതുതായി എന്തെങ്കിലും കടന്നു വരുന്നു എന്ന ആദ്യ സൂചനകൾ ലഭിക്കണം എങ്കിൽ പോലും ഇനിയുള്ള മണിക്കൂറുകളിൽ ഇനിയുള്ള മത്സരങ്ങൾ പുരോഗമിക്കണം. എങ്കിൽ മാത്രമേ നമുക്കതിനെക്കുറിച്ച് കൃത്യമായൊരു സൂചന നിലവിൽ ലഭിക്കൂ. സൗമ്യ, അരുണാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ആവേശകരമായ നിമിഷങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് സ്കൂൾ കായികമേള. ഒരു റെക്കോർഡ് സ്വർണം ലഭിച്ചിട്ടുണ്ട്. ഏതായാലും ഇനി അങ്ങോട്ടുള്ള നിമിഷങ്ങൾ വലിയ ആവേശത്തിൻ്റെത് തന്നെയായിരിക്കും. ഇന്ന് ലോക ഭിന്നശേഷി ദിനം.
ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങൾക്ക് അറിവിന്റെ പുതിയ ലോകം പകർന്നു നൽകുകയാണ് കോഴിക്കോട് പുറക്കാടിലെ ശാന്തിസദനം എന്ന വിദ്യാലയം. നാടകരൂപത്തിൽ ഉൾപ്പെടെ ക്ലാസുകൾ പകർന്നു നൽകി കുട്ടികളിൽ മാറ്റത്തിന്റെ ചലനം കണ്ടെത്തിയതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് വിദ്യാലയത്തിലെ അധ്യാപകർ. ലോക ഭിന്നശേഷി ദിനമാണ് ഇന്ന്. ഒരിക്കലും സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാൻ പാടില്ലാത്തവരുടെ ദിനം. ഭിന്നശേഷിയുമായി ജനിച്ച് ജീവിതത്തോട് പോരാടുന്നവർ ഏറെ. ശാരീരികമോ മാനസികമോ ആയ ചില വൈകല്യങ്ങളെ തങ്ങളുടെ ജീവിതം കൊണ്ടും ചുറ്റുപാടുകൊണ്ടും ഒന്നുമല്ലാതാക്കി തീർക്കുകയാണ് കോഴിക്കോട് പുറക്കാടിലെ ശാന്തിസദനത്തിലെ 110ഓളം കുഞ്ഞുങ്ങൾ. ഓരോ കുട്ടിക്കും ഒരു വിദ്യാലയത്തിനപ്പുറം ഇതൊരു ലോകമാണ്. തങ്ങൾ പരിചയപ്പെടാത്ത പല വർണ്ണങ്ങളും തങ്ങളെ തേടിയെത്തിയ ലോകം. ഓരോ കുട്ടിയെക്കുറിച്ചും പഠിച്ച് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന അറിവും കാഴ്ചകളുമാണ് ഈ വിദ്യാലയം പകർന്നു നൽകുന്നത്. ക്ലാസുകൾ തിയേറ്റർ അപ്രോച്ചിൽ നൽകുന്നു എന്നതാണ് ശാന്തിസദനത്തിന്റെ ഒരു പ്രത്യേകത. ഒരു വർഷം 5 തീമുകൾ കുട്ടികൾക്ക് പകർന്നു നൽകുന്നു. മഴയെക്കുറിച്ച് പഠിക്കുമ്പോൾ അവർ മഴയായും, മരത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അവർ മരമായും മാറുന്നു. ആ വേഷപ്പകർച്ചയിലൂടെ അവർക്കത് പഠിച്ചെടുക്കാനും സാധിക്കുന്നു. തിയേറ്റർ ക്ലാസ്സിലൂടെ കുട്ടികൾക്ക് വലിയ മാറ്റം വരുന്നതായി അധ്യാപകർ തന്നെ പറയുന്നുമുണ്ട്. 10ഓളം അധ്യാപകരാണ് കുട്ടികൾക്ക് ഇവിടെ അറിവ് പകർന്നു നൽകുന്നത്. ഭിന്നശേഷിക്കാരായ 60ഓളം കുട്ടികളെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ചിത്രവർണ്ണ പമ്പരം എന്ന നാടകം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഈ ഭിന്നശേഷി ദിനത്തിലും നമ്മൾ ഓർക്കേണ്ടത് ഒന്നാണ്: നാം അപൂർവമായി മാത്രമേ അവരെ നോക്കുന്നുള്ളൂ. അവർ സദാ നമ്മെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കറൻസി പ്രതിസന്ധിയെ തുടർന്ന് ട്രഷറി വഴി ശമ്പളവും പെൻഷനും വിതരണം ചെയ്യുന്നത് ഇന്നും താറുമാറായേക്കും. ഇന്നത്തേക്കായി 200 കോടി രൂപയാണ് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ന് ലഭിച്ചില്ലെങ്കിൽ പ്രതിസന്ധി രൂക്ഷമാകും. വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും RBI പറഞ്ഞത്ര തുക നൽകിയിരുന്നില്ല. ഇന്നും അതേ അവസ്ഥയാണോ ഉള്ളത്? എത്രയാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള പണം? ഏതൊക്കെ ട്രഷറികളിലാണ് ഇപ്പോൾ ഒരു പ്രതിസന്ധി നേരിടുന്നത്? സൗമ്യ, തീർച്ചയായും ഇന്നിപ്പോൾ ശമ്പള പെൻഷൻ വിതരണത്തിന്റെ 3ാം ദിനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏതായാലും ഈ പ്രതിസന്ധി ഇന്നും അതുപോലെ തന്നെ തുടരും എന്ന് തന്നെയാണ് നിലവിൽ ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ 2 ദിവസങ്ങളിലായി RBIയോട് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുള്ള തുകയുടെ പകുതി മാത്രമാണ് RBI സംസ്ഥാനത്തിന് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ ഭൂരിഭാഗം ട്രഷറികളിലും, പ്രത്യേകിച്ചും നഗരപ്രദേശത്തുള്ള ട്രഷറികൾക്ക് ആ രീതിയിൽ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നില്ല. ആവശ്യപ്പെടുന്ന തുക ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിന്റെ പകുതിയിലധികമെങ്കിലും ലഭിക്കും. ഗ്രാമീണ മേഖലകളിലേക്ക് എത്തുമ്പോഴാണ് ഈ രീതിയിലൊരു പ്രതിസന്ധി അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ചും ഗ്രാമീണ മേഖലകളിൽ മിക്ക ട്രഷറികളിലും പണം ഇല്ലാത്ത ഒരു അവസ്ഥ, അവരുടെ കയ്യിലുള്ള കരുതൽ ധനം മാത്രം ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ട ഒരു അവസ്ഥ. അതോടൊപ്പം തന്നെ 24,000 രൂപ എന്നൊരു പരിധി ഉള്ളത് കാരണം അതിൽ കൂടുതൽ പണം, അത്രയും 24,000 തുക നൽകുമ്പോൾ തന്നെ പല ട്രഷറികളിലും പണം തീർന്നു പോകുന്ന ഒരവസ്ഥ. അതുകൊണ്ട് തന്നെ മിക്കയിടത്തും കഴിഞ്ഞ ദിവസത്തെ മാത്രം കണക്കെടുക്കുകയാണെങ്കിൽ 3 ട്രഷറിയിൽ 1 രൂപ പോലും ലഭിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ഏതായാലും സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുള്ളത് 200 കോടി രൂപയാണ് ഇന്നത്തെ 3ാം ദിനത്തെ പ്രവർത്തനത്തിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും വ്യക്തതയില്ല. എപ്പോൾ RBIയിൽ നിന്നുള്ളൊരു പണം ലഭിക്കും എന്നത് സംബന്ധിച്ച്. ഏതായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ തിരുവനന്തപുരം ഈസ്റ്റ് ഫോർട്ടിലുള്ള പെൻഷൻകാർക്ക് പണം നൽകുന്ന ട്രഷറിയിലാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ രാവിലെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് പോലെ തന്നെ വലിയ ഒരു പെൻഷൻ വാങ്ങാനായി വലിയൊരു ജനക്കൂട്ടം തന്നെ ഇവിടത്തേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും ഇവർക്ക് ഇതുവരെയും ടോക്കൺ മാത്രമേ നൽകിയിട്ടുള്ളൂ. ഇനി പെൻഷൻ വിതരണം 10 കൂടി മാത്രമേ ആരംഭിക്കൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ട്രഷറിയിലും ആവശ്യത്തിനുള്ള ഒരു, പ്രത്യേകിച്ച് അവരുടെ കയ്യിലുള്ള തുകയല്ലാതെ കൂടുതലായുള്ള ഒന്നും തന്നെയില്ല. നിലവിലിപ്പോൾ ഇവരുടെ പക്കൽ 10 ലക്ഷം രൂപ മാത്രമാണ് ഉള്ളത്. ഇവർ 2 കോടിയോളം രൂപ ആവശ്യപ്പെട്ടിട്ടുണ്ട് RBIയോട്. ഇത് ലഭിച്ചാൽ മാത്രമേ സുഗമമായി പെൻഷൻ വിതരണം ഇന്നിപ്പോൾ നടത്താൻ സാധിക്കൂ എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. ഇത് നഗരപ്രദേശമാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം തന്നെ ഈ മാധ്യമ ശ്രദ്ധ നേടുന്ന തിരുവനന്തപുരം, എറണാകുളം ജില്ലകൾ, അത്തരത്തിൽ കോഴിക്കോട് നഗരപ്രദേശങ്ങളിലുള്ള ട്രഷറികളിലൊന്നും അത്തരത്തിൽ കാര്യമായ ഒരു പണദൗർലഭ്യം അനുഭവപ്പെടുന്നില്ല. പക്ഷേ ഗ്രാമീണ മേഖലകളിൽ ഇത് വലിയ തോതിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. അത് തന്നെയാണ് നമുക്ക് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കാണാൻ സാധിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് ഇന്നും ഇപ്പോൾ തുടരുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ
ഇന്നിപ്പോൾ RBIയോട് ആവശ്യപ്പെട്ടിട്ടുള്ള തുക അതുപോലെ തന്നെ കിട്ടുമോ എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല. ഏതായാലും അത്തരത്തിൽ ആവശ്യപ്പെട്ട തുക ലഭിച്ചില്ലെങ്കിൽ കൂടുതൽ പ്രതിസന്ധിയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. പ്രത്യേകിച്ചും ഈ പ്രതിസന്ധി ഉച്ചയ്ക്ക് ശേഷമാകും കൂടുതൽ രൂക്ഷമാകുക. സൗമ്യ.